കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ UDF അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തി. ചെയർമാൻ സനീഷ് ജോർജിനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് LDF തന്നെ പുറത്താക്കണമെന്നായിരുന്നു UDF കൗൺസിലർമാരുടെ ആവശ്യം. നഗരസഭാ അധ്യക്ഷന്റെ താത്കാലിക ചുമതല വഹിക്കുന്ന വൈസ് ചെയർപേഴ്സണൽ പ്രൊഫസർ ജെസ്സി ആന്റണി നടപടികളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ UDF അംഗങ്ങൾ അജണ്ട പിടിച്ചു വാങ്ങി കീറിയെറിഞ്ഞു. തുടർന്ന് പ്രതിഷേധം വൈസ് ചെയർപേഴ്സന് നേരെ തിരിഞ്ഞതോടെ സംരക്ഷണവുമായി LDF അംഗങ്ങൾ രംഗത്തെത്തി. ഇതിനിടെ LDF UDF കൗൺസിലർമാർ തമ്മിൽ ഉന്തും തള്ളുമായി. സനീഷ് ജോർജിനെ ചെയർമാനാക്കിയത് LDF ആണെന്നും അഴിമതി കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം LDF-നുണ്ടെന്നും UDF കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പറഞ്ഞു. ഇവിടെ പ്രതിഷ്ഠിച്ചത് LDF ആണ്. അതുകൊണ്ട് LDF-ന് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. അവർ പിന്തുണ പിൻവലിച്ചാൽ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. അവരത് നിർവഹിക്കുമോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിക്കും. ചെയർമാൻ രാജിവെക്കണമെന്ന നിലപാടാണ് LDF-നുള്ളതെന്നും UDF ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും LDF കൗൺസിൽ അംഗം മുഹമ്മദ് അഫ്സൽ പ്രതികരിച്ചു. തൊടുപുഴ നഗരസഭയിൽ നഗരസഭാ ചെയർമാൻ അഴിമതി കേസിൽ പ്രതിയായ ഒരു സാഹചര്യം വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ കൗൺസിലർമാർക്ക് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ആ ചെയർമാനെ മുൻനിർത്തിക്കൊണ്ടുള്ള യാതൊരുവിധ യോജിപ്പിനും സഹകരണത്തിനും ഞങ്ങൾ തയ്യാറില്ല എന്നിവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ആ ചെയർമാനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്ത സാഹചര്യം. ഇന്നിവിടെ കൗൺസിൽ വിളിച്ചു ചേർത്തത് ഇവിടെ UDF പറഞ്ഞു അഴിമതിയിൽ നിന്ന ചെയർമാൻ തന്നെയാണ് കൗൺസിൽ വിളിച്ചു ചേർത്തത് എന്നുള്ള തരത്തിൽ അവർ പറയുകയുണ്ടായി. ഇത് വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യമാണ്. ഇന്ന് ഈ കൗൺസിൽ വിളിച്ചു ചേർത്തത് ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സണാണ്. ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ BJP തയ്യാറാണ്. എന്നാൽ 8 അംഗങ്ങൾ മാത്രമുള്ളതിനാൽ BJPയുടെ അവിശ്വാസം പാസ്സാകില്ല. ചെയർമാനെ പുറത്താക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ UDF തങ്ങളുടെ അവിശ്വാസത്തെ പിന്തുണയ്ക്കണമെന്നും BJP നേതാവ് PG രാജശേഖരൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ച് പോകാത്ത സാഹചര്യത്തിൽ ഇവിടെ അയാളെ പുറത്താക്കാനുള്ള നിയമമുണ്ട്. 35 കൗൺസിലർമാരിൽ 12 പേര് ഒപ്പിട്ടാൽ മാത്രമേ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ BJPക്ക് 8 പേര് മാത്രമുള്ളതുകൊണ്ടാണ്. അതാണ് ഞങ്ങളുടെ ദൗർബല്യം. ഞങ്ങൾ 8 പേര് ഒപ്പിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടക്കുകയാണ്. 8 പേര് ഒപ്പിട്ട നോട്ടീസുമായിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ചെയർമാൻ സനീഷ് ജോർജ് യോഗത്തിനെത്തിയിരുന്നില്ല. 2 ആഴ്ചത്തേക്കുള്ള ചെയർമാന്റെ അവധി മറ്റന്നാൾ വരെയാണ്. ഇത് അവസാനിക്കുമ്പോൾ ചെയർമാൻ നഗരസഭയിൽ എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും സനീഷ് ജോർജ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് UDF-ന്റെയും BJPയുടെയും പ്രഖ്യാപനം. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.